ജെയിനീസ് മീഡിയയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു മാസമായിട്ട് 7 വീഡിയോകൾ ചെയ്തിരുന്നു. മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ആ വീഡിയോകളിലൊക്കെ പങ്കുവച്ചത്. അങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചില ഫോൺ കോളുകൾ വന്നത്. ആ ഫോൺ കോളുകളുടെ സംഗ്രഹം ഇതായിരുന്നു: അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കത്തോലിക്ക മതവിശ്വാസികൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടുണ്ടോ? മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വിളിച്ച ആളുകൾ പറഞ്ഞത്. മുൻപ് നമ്പർ കൊടുക്കാതില്ലാത്തതുകൊണ്ട് ജനത്തിൻ്റെ പ്രതികരണം അറിയാൻ സാധിച്ചിരുന്നില്ല. മരണവും ആത്മഹത്യയും മരണാനന്തര ജീവിതമായിട്ടുള്ള ചിന്തകളൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിക്കുകയും അത് നമുക്കറിയാവുന്ന അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് നമ്പർ കൊടുത്തത്. നമ്മൾ ചിന്തിക്കാത്ത മേഖലയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ജനത്തിനുള്ളതുകൊണ്ടാണ് ഇത്തരം കോളുകൾ വന്നത്. 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കത്തോലിക്ക മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, മതത്തിൻ്റെ റിച്വൽസ്, ആചാരങ്ങൾ പിൻപറ്റുന്ന ആളുകൾ സഭ നിർദ്ദേശിക്കുന്ന തരത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയായി അതിൻ്റെ പങ്കാളിത്തത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് എല്ലാ വിശുദ്ധരുടെയും മൃതശരീരങ്ങൾ ദേവാലയത്തിനോട് ചേർന്ന് ഒരു വിശുദ്ധ സ്ഥലത്ത് അടക്കം ചെയ്യുന്നു. മരിച്ചവർക്ക് വേണ്ടി ബന്ധുമിത്രാദികൾ അടക്കം ചെയ്ത ഇടത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ നവംബർ മാസം മരിച്ചവരുടെ മാസം, അല്ലെങ്കിൽ സകല മരിച്ചവരെ ഓർക്കുന്ന ദിവസം, സകല മാലാഖമാരെ ഓർക്കുന്ന ദിവസം, നവംബർ 1, നവംബർ 2 തീയതികളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മരിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നു. മരിച്ചടക്കം ചെയ്ത കുഴിയുടെ സമീപത്ത് നിന്ന് ഒപ്പീസ് ചെല്ലുന്നു. ദേവാലയത്തിൽ അന്യത ചെല്ലുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥന, മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന, ബന്ധുക്കൾ ആ മൃതശരീരം അടക്കം ചെയ്ത കല്ലറയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരുമായിട്ടുള്ളൊരു കൂട്ടായ്മ, നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര, ഭൗമിക ജീവിതം നയിക്കുന്നവരും സ്വർഗീയ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നവരും ഒത്തുചേർന്നുള്ള ഒരു പ്രാർത്ഥനയിലുള്ള കൂട്ടായ്മ. എന്നാൽ ഇതിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ യുക്തിവാദം, നിരീശ്വരവാദം, ആജ്ഞേയവാദം മുതലായ ചിന്താഗതികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ സഭയുടെ വിശ്വാസത്തെയും സഭയുടെ വിശ്വാസ പ്രമാണത്തെയും എതിർക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ പലരും മരണാനന്തരം തങ്ങളുടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് എഴുതി കൊടുക്കാറുണ്ട്. ചില രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്രകാരം ചെയ്യാറുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം നക്സൽബാരി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. യുക്തിവാദികളുമായും നിരീശ്വരവാദികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ദൈവവിശ്വാസികൾ പരമ്പരാഗത രീതി അനുസരിച്ച് ദേവാലയത്തിനോട് ചേർന്ന് അവരുടെ മൃതശരീരം അടക്കം ചെയ്യുന്നു. നിരീശ്വരവാദികളും ദൈവവിശ്വാസത്തെ എതിർക്കുന്നവരും ചിലർ അവരുടെ ശരീരം അവരുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അടക്കം ചെയ്യുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ചില ആളുകൾ അവരുടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് എഴുതി കൊടുക്കുകയും ചെയ്യും. ഈ മെഡിക്കൽ കോളേജിന് എഴുതി കൊടുത്ത് വിൽപ്പത്രമൊക്കെ എഴുതി വെച്ച ആളുകളുടെ മക്കൾ പോലും ചില സമയങ്ങളിൽ
മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ താല്പര്യം കാണിക്കാതെ അടക്കം ചെയ്യണമെന്നൊക്കെ വാശി പിടിക്കുകയും അതിനെ ചൊല്ലി കേസുകൾ ഉണ്ടാവുന്നൊക്കെ നമ്മൾ പത്രവാർത്തകളിൽ കാണാറുണ്ട്. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന എം ലോറൻസിൻ്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. ഇത് രണ്ടും സംഭവിക്കാറുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ അവയവങ്ങൾ മൃതശരീരത്തോടൊപ്പം ശരീരം മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിനൊപ്പം പ്രയോജനം ഒന്നുമില്ലാതെ നഷ്ടപ്പെടുന്നു എന്നൊരു ചിന്താഗതി. ആ ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്ത് മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ വികസനം വന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ശാരീരിക അവയവങ്ങൾ എടുത്ത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതിയും കണ്ടുപിടുത്തങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകൾ മറ്റൊരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നു, ഒരാളുടെ ലിവർ മറ്റൊരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നു, ഒരാളുടെ കിഡ്നി എടുത്ത് മറ്റൊരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നു, കണ്ണിൻ്റെ കോർണിയ മറ്റൊരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നു, തോളല് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചർമ്മം മറ്റൊരാൾക്ക് വെച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രക്തം മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം എന്താണെന്ന് പലർക്കും സംശയമാണ്. ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഫാദർ ഡേവിസ് ചെറമൽ അച്ഛൻ, കേരളത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വൈദികനാണ്, അദ്ദേഹം തൻ്റെ കിഡ്നി മറ്റൊരാൾക്ക് വാടാനപ്പള്ളി പള്ളിയിലെ വികാരിയായിരുന്ന സമയത്ത് ദാനം ചെയ്തു. തുടർന്ന് കിഡ്നി ഫൗണ്ടേഷൻ എന്ന സംഘടന അദ്ദേഹം ആരംഭിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ അങ്ങനെ കിഡ്നി ദാനം ചെയ്യുകയും അല്ലെങ്കിൽ മറ്റ് ശാരീരിക അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെയും കച്ചവടക്കാരും തിന്മ പ്രവർത്തിക്കുന്നവരൊക്കെ കടന്നു വരും. പിന്നെ അതൊരു വ്യാപാരമായി മാറി. കിഡ്നി പത്രങ്ങളിൽ പരസ്യം ചെയ്തിട്ട് പോലും 20 ലക്ഷം രൂപയ്ക്കും 25 ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കുകയും വാങ്ങൽ വിൽപ്പന നടക്കുന്നത് വ്യാപാരമായി മാറി. കൊടുത്ത ആൾക്ക് മിക്കവാറും 5 ലക്ഷം 10 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സ്വീകരിച്ച വ്യക്തി മിക്കവാറും 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇതിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിന് നിയന്ത്രണമൊക്കെ വന്ന സമയത്ത് മറ്റു ചില ഉപാധികൾ, ചില വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇത്തരം ദാനത്തിന് ചിലരെ മുതിരുന്നു. ധ്യാന നാളുകളിൽ കൗൺസിലിങ്ങിനായിട്ടൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കേണ്ട, നിരാശനാണ്, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിക്ക് അവരുടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക ബാധ്യത തീർന്നാൽ മാത്രമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളതെന്നോ. 6 ലക്ഷം രൂപയാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നത് സാധാരണക്കാരുടെ കുടുംബം. ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എങ്ങനെ ഈ സാമ്പത്തിക ബാധ്യത മാറ്റി ഈ പെൺകുട്ടിയെ എങ്ങനെ വിവാഹം കഴിക്കാമെന്ന് ചിന്തിച്ച് അവസാനം ഒരു വഴി കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇത് അനുവദനീയമല്ല. അപ്പോൾ ഇത് ചില ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, ഇറാൻ എന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇതിന് നിയന്ത്രണങ്ങളൊന്നും കാര്യമായിട്ട് നിയമം ഉണ്ടെങ്കിൽ പോലും അതവിടെ ഊർജിതമായിട്ട് നിയമ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഇറാനിലേക്ക് വരാനും തിരിച്ച് കൊച്ചിയിലേക്ക് വരാനുള്ള ടിക്കറ്റും 6 ലക്ഷം രൂപയും ഓഫർ ചെയ്തു ബ്രോക്കർ മുഖാന്തരം. ഇദ്ദേഹം അവിടെ പോയി കിഡ്നി കൊടുത്ത് പൈസമേ വന്നു. ആ പൈസ ഈ പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടിയുടെ കടബാധ്യതകൾ മുഴുവൻ തീർത്തു കൊടുക്കുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. ആ പെൺകുട്ടി കടബാധ്യതയെല്ലാം തീർത്ത് ഈ യുവാവ് വിവാഹ അഭ്യർത്ഥനയുമായിട്ട് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു കിഡ്നി
പോയി, ഇനി ഒരു കിഡ്നിയുമായിട്ടാണ് ജീവിക്കുന്നത്. ആ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാവി ജീവിതം ദുഃഖകരമായി മാറും. മാത്രമല്ല, കിഡ്നി കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് 10,000 രൂപയോളം പ്രതിമാസം മരുന്നുകൾക്കും മറ്റ് ആരോഗ്യം നിലനിർത്തുന്നതിനും ഒക്കെ ആയിട്ട് വേണ്ടി വരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലാകാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കിഡ്നിയും പോയി, കാശും പോയി, പ്രതീക്ഷിച്ച വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് നിരാശനായി ആത്മഹത്യ ചെയ്യാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അതേസമയം ആത്മഹത്യ ചെയ്യാൻ ഒരു മനസ്സുറപ്പില്ലാത്തതുകൊണ്ട് ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം, അതിനൊരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ഈ നിരാശയും മരണചിന്തയൊക്കെ വിട്ടുപോയി സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇതുപോലുള്ളൊരു പ്രതിസന്ധി പലരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് ജോസഫ് എന്നൊരു മലയാള സിനിമ കടന്നു. ആ സിനിമയുടെ പ്രമേയം അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൊല്ലത്തുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള വക്കീലാണ് ഈ കേസ് കോടതിയുടെ മുൻപാകെ കൊണ്ടുവന്നത്. അപകടം സംഭവിച്ച് മരിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ ശരീരത്തിലെ അവയവങ്ങൾ ദാനം ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അപകടത്തിൽപ്പെടുന്നു. മസ്തിഷ്ക മരണത്തിന് സാധ്യത പോലും ഇല്ലാത്ത ആളുകളെ പോലും ആശുപത്രിയും ഡോക്ടറും ഏജൻറ്റും ബ്രോക്കറും അവയവങ്ങൾ വാങ്ങാൻ വരുന്നവരും അവരുടെ ഏജൻറ്റുമാരെല്ലാം ചേർന്ന് അപകടത്തിൽപ്പെട്ട് വരുന്ന ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കാതെ മസ്തിഷ്ക മരണത്തിലേക്ക് നയിക്കുന്നു. അതിന് ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി ആണ് ഈ സിനിമ വന്നത്. ആ സിനിമ വന്നതിൻ്റെ കാരണം ഇതുപോലുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകളെ ഒരു സിനിമാ കഥയാക്കി മാറ്റിയതാണ്. എന്തായാലും ഇതിനെ തുടർന്ന് കോതമംഗലത്തുള്ള ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ മുൻപാകെ വരികയും ഇത് ആശുപത്രി അധികൃതരും അവയവങ്ങൾ വാങ്ങാൻ വരുന്നവരും വിൽപ്പന ഏജന്റുമാരും ഒക്കെ കൂടെ നടത്തിയ ഒരു മെഡിക്കൽ കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ചെയ്യും. പല പ്രമുഖരായിട്ടുള്ള ആശുപത്രികളുടെ പേരുകൾ പരാമർശിക്കുകയും ഈ അവയവ ദാനങ്ങൾ നടത്തുന്നതിന്, അത്തരം ഓപ്പറേഷനുകൾ നടത്തുന്നതിന് ഈ ആശുപത്രികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 എന്ന പേരിൽ ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് അത്ര ഫലവത്തല്ലായിരുന്നു. എന്തായാലും 2018 ആയപ്പോഴേക്കും കുറെ കൂടെ സജീവമായ നിയമങ്ങൾ കടന്നു വരികയും ചെയ്തു. ഏതാനും നാളുകൾക്ക് മുൻപ് 10 മാസം പ്രായമായ ഒരു കുട്ടി, ആലിൻ എന്ന ഒരു ചെറിയ കുട്ടി, MC റോഡിൽ പള്ളം എന്ന സ്ഥലത്ത് സ്വന്തം മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് വാഹന അപകടത്തിൽ പെട്ടു. ആ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. ആ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കളായ അരുൺ അബ്രാഹമും ഷെറിൻ ആൻഡ് ജോൺ, അപ്പനും അമ്മയുമാണ് ഈ കുഞ്ഞിൻ്റെ, അവരെ ഈ കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ കുടുംബം തീരുമാനിച്ചു. 10 മാസം പ്രായമായ കുട്ടി ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന റേഡിയോ പ്രഭാഷണത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ കുടുംബത്തെ അഭിനന്ദിച്ചിരുന്നു. കേരളത്തിലെ അവയവ ദാനത്തിനായിട്ടൊരു സെൻറ്റർ തുടങ്ങുകയും ആ സെൻറ്ററിന് ഈ കുട്ടിയുടെ പേര് കൊടുക്കുവാൻ മന്ത്രിസഭ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. ആ കുട്ടിയുടെ ലിവർ
6 മാസം പ്രായമുള്ള ദ്രിയ എന്ന ഒരു പെൺകുട്ടിക്ക് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതിൻ്റെ അവയവദാനം സർജറി നടന്നു. കിഡ്നി 2 കിഡ്നിയും ശ്രേയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് കൈമാറ്റ സർജറി നടന്നു. ഹൃദയത്തിൻ്റെ വാൽവ് ശ്രീചിത്ര ആശുപത്രിയിലെ ഒരു രോഗിക്ക് കൈമാറി. കണ്ണിൻ്റെ നേത്രപടലം ഐ ബാങ്കിലേക്ക് ദാനം ചെയ്യുകയും അത് ഉചിതമായ രോഗികൾക്ക് പിന്നീട് കൈമാറ്റം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ആലിൻ എന്ന ഈ പെൺകുട്ടി ഇന്നും ജീവിക്കുന്നു. മാതാപിതാക്കളുടെ ഓർമ്മകളിൽ മാത്രമല്ല, ഈ കുട്ടിയുടെ അവയവങ്ങൾ ഇന്ന് ആരിലെല്ലാം പ്രവർത്തിക്കുന്നു അവരിലൂടെ എല്ലാം ഈ കുട്ടി ഇന്ന് നമ്മുടെ മധ്യേ ജീവിക്കുന്നു. ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതൊരു വ്യാപാരമായി മാറരുത്, ഇതൊരു കച്ചവടമായി മാറരുത്. അല്ലെങ്കിൽ അപകടം പറ്റി വരുന്ന വ്യക്തിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് പകരം മസ്തിഷ്ക മരണത്തിലേക്ക് തള്ളിവിടുകയും പിന്നീട് അവയവങ്ങൾ വിറ്റ് കാശുണ്ടാക്കാനുള്ള അവയവങ്ങൾ വ്യാപാരം ചെയ്യുന്ന മരണ വ്യാപാരികളുടെയും അവരുടെ ഏജന്റുമാരുടെയും ബ്രോക്കർമാരുടെയും ഇരയായി മാറാതിരിക്കാൻ ശ്രദ്ധ വേണം എന്ന് മാത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിൽജിത്ത് ബിജു എന്ന് പറഞ്ഞിട്ട് കാലടി ശ്രീശങ്കര കോളേജിലെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായ ഒരു യുവാവ് ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു. ആ ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട യുവാവിൻ്റെ 8 അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൈമാറി. എറണാകുളം ലിസി ആശുപത്രിയിലെ പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയ ഡോക്ടർ ജോസ് പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലാണ് സർജറി നടന്നത്. മറ്റ് അവയവങ്ങൾ കിഡ്നി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഒരെണ്ണവും രാജഗിരി ആശുപത്രിയിലേക്ക് മറ്റൊരു കിഡ്നി മറ്റൊരു രോഗിക്ക് വേണ്ടി ദാനം ചെയ്തു. ലിവറും ചെറുകുടലും പാൻക്രിയാസും അമൃത ആശുപത്രിയിലെ വിവിധ രോഗികൾക്ക് വേണ്ടി കൈമാറി. കണ്ണിൻ്റെ നേത്രപടലങ്ങൾ 2 അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടി കൈമാറി. ബിൽജിത്തിൻ്റെ പിതാവായ ബിജുവും അമ്മയായ ലിൻഡയും ചേർന്നാണ് ഈ തീരുമാനം എടുത്തത്. മസ്തിഷ്ക മരണം സംഭവിച്ചു. ആ കുഞ്ഞിൻ്റെ ഈ വിദ്യാർത്ഥിയുടെ അവയവങ്ങൾ ഇന്നും 8ഓളം ആളുകളിലൂടെ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. മരിച്ച് ഓർമ്മകളിൽ ജീവിക്കുന്ന വ്യക്തി ശാരീരികമായി നമ്മുടെ ഇടയിൽ തന്നെ വസിക്കുന്നു എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഒരുപാട് ആളുകൾ ഇന്ന് ഓർക്കുന്നു. ഇതുപോലെ മറ്റൊരു സംഭവമാണ് വിനോദ് എന്ന ഒരു മധ്യവയസ്കൻ്റെ കാര്യം. ഗൾഫിലെ ഷെഫായിട്ട് ജോലി ചെയ്യുമായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻറ്റിൽ വെച്ച് തന്നെ കൊല്ലത്ത് വെച്ച് മസ്തിഷ്ക മരണത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ 8 അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം ചെന്നൈയിലുള്ള MGM ഹോസ്പിറ്റലിലെ ഒരു രോഗിക്ക് കൈമാറി. കിഡ്നികൾ 2 കിഡ്നികളും തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലുള്ള രോഗികൾക്കായി കൈമാറി. മാത്രമല്ല 2 കൈയിൻ്റെ തോളലും കൈകളും അമൃത ആശുപത്രിയിലുള്ള ചില രോഗികൾക്ക് വേണ്ടി വെച്ചു പിടിപ്പിച്ചു. 2 കണ്ണുകളും നേത്രപടലങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തുള്ള കണ്ണ് ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൈമാറി. ശ്രീ വിനോദ് മരണപ്പെട്ടെങ്കിലും വിനോദ് ഇന്നും ഈ അവയവദാനം നടത്തുകയും ആ ദാനം സ്വീകരിച്ച 8 പേരിലൂടെ വിനോദ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇത്തരം സൽപ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മൾ അവരെ ശ്ലാഘിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത് ചില ആളുകളും ഇതിനെ ഒരു വ്യാപാരമായിട്ട് മാറ്റിയെടുക്കാറുണ്ട്. അവയവം ഒരിക്കലും ഒരു വ്യാപാര വസ്തു അല്ല. ഗവൺമെൻറ് ഏജൻസികളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമം മൂലം
കർശനമായി അതിനെ തടയുകയും ചെയ്യും. മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആളുകൾ അവരുടെ മെഡിക്കൽ എത്തിക്സിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയും ചെയ്യും. എന്നാൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ ചില ചോദ്യങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് അവയവദാനം വചനാടിസ്ഥാനത്തിലാണ്. വചനം എന്തു പറയുന്നു? അതുകൊണ്ട് തന്നെ ചില ദൈവവചനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ബൈബിൾ മുഴുവൻ ഒരു സ്നേഹഗീതയാണ്. സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് സുവർണ്ണ നിയമം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു കുരിശിൽ തൻ്റെ ജീവനാൽ ബലിയർപ്പിച്ച സ്നേഹം പ്രകടിപ്പിച്ച പോലെ തന്നെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച് തങ്ങളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദാനമായി നൽകുന്ന ആളുകൾ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം നമ്മളിലൂടെ വീണ്ടും വെളിപ്പെടണം. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയം നമ്മളിങ്ങനെ വായിക്കുന്നു: ദാനമായി കിട്ടി, ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുന്നു. നമ്മുടെ ജീവൻ ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കൈകളിലാണ്. ഈ ജീവിതം നമുക്ക് ദാനമായിട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ദാനമായി കിട്ടിയ ഈ ജീവൻ ദാനമായി തന്നെ കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തിരുവചനം നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച് ഭൂമിയിലെ അവരുടെ ജീവിതം അവസാനിച്ചു, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി മാത്രമുള്ള ജീവിതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഡോക്ടർമാരും എത്തിക്സ് കമ്മിറ്റിയും നിയമങ്ങളും എല്ലാം അനുശാസിക്കുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്ന വ്യക്തിയുടെ ഒരു അവയവം മരണം ഉറപ്പായ രോഗിയിൽ നിന്ന് അത് എടുത്തു മാറ്റി മറ്റൊരാൾക്ക് നൽകുന്നതിനേക്കാൾ വലിയൊരു സ്നേഹപ്രകടനം ഇല്ല. മരിച്ച വ്യക്തി ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇതൊന്നും അറിയുന്നില്ല. മാതാപിതാക്കളോ കുടുംബാംഗങ്ങളാണ് ഈ മഹനീയ കർമ്മത്തിന് സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊറിന്തിയ സഭയ്ക്ക് എഴുതിയ ആദ്യ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ വരുന്ന സമയത്ത് ഇതിനെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഇതിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം: പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ശരീരം. തുടർന്ന് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ സ്വന്തമല്ല. നമ്മൾ പലപ്പോഴും എൻ്റേതാണ് പലപ്പോഴും ഞാൻ, എൻ്റെ എന്ന പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് ശരീരം. മരണത്തോടുകൂടി പരിശുദ്ധാത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നു, ജീവൻ വേർപെടുന്നു, പിന്നെ ശരീരം മാത്രമായി മാറും. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വസിച്ച ആലയത്തിലെ അവയവങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ അവയവങ്ങൾ, അത് മറ്റൊരു വ്യക്തിക്ക് മസ്തിഷ്ക മരണം പോലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് ദാനം ചെയ്യുന്നത് മഹനീയമായ ഒരു സൽപ്രവൃത്തിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ 40 വരെ ഉള്ള വാക്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ സ്വർഗീയ ശരീരത്തെക്കുറിച്ചും ഭൗമിക ശരീരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് 15-ാമത്തെ അധ്യായത്തിലെ വലിയ ആത്മീയ ചിന്തകൾ പറയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് വിതയ്ക്കുന്നതൊന്ന്, മുളയ്ക്കുന്നതും മറ്റൊന്ന്. ഗോതമ്പ് ചെടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പല ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഗോതമ്പിൻ്റെ ഒരു മണിയാണ് കുഴിച്ചിടുന്നത്, എന്നാൽ മുളച്ചു പൊങ്ങുന്നത് ഗോതമ്പ് ചെടിയാണ്, കുഴിച്ചിട്ട വിത്തെല്ലാം മുളച്ചു വരുന്നത്. അതുപോലെ തന്നെ നിത്യതയിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കുന്ന സമയത്ത്
നമ്മുടെ ഈ ഭൗമിക ശരീരം മണ്ണിൽ അടക്കം ചെയ്തത്. തേജസ്സിറ്റ സ്വർഗീയ ശരീരമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗമിക ശരീരത്തിലുള്ള അവയവങ്ങൾ ഒരു സ്വർഗീയ ശരീരത്തിൽ ഉണ്ടാകണമെന്ന് ഇല്ല. സ്വർഗീയ ശരീരം ഉണ്ടാകും, എന്നാൽ ആ ശരീരം എപ്രകാരമായിരിക്കും, അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരു വിത്ത് കുഴിച്ചിടുന്നു, മുളച്ചു പൊങ്ങുന്ന വിത്തല്ല, ചെടിയോ മരമൊക്കെയാണ്. മാവിൻ്റെ വിത്താണ് കുഴിച്ചിടുന്നതെങ്കിൽ ആ കുഴിച്ചിട്ട വിത്തല്ല വരുന്നത്, മാവാണ് ഉണ്ടാകുന്നത്. ചക്കയുടെ കുരുവാണ് കുഴിച്ചിടുന്നുണ്ടെങ്കിൽ, കുരുവൽ മുളയ്ക്കുന്നുണ്ടെങ്കിൽ പ്ലാവാണ് വരുന്നത്. നെല്ലാണെങ്കിൽ നെൽച്ചെടിയാണ് വരുന്നത്. അപ്പോൾ ഏത് ചെടിയും കുഴിച്ചിട്ട സംഭവമല്ല മുളച്ച് വരുന്നത്. മനുഷ്യൻ്റെ ശരീരവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലുള്ള അവയവം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരം, അതിലെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിർബന്ധത്താലോ വ്യാപാര കാഴ്ചപ്പാടിലൂടെ അല്ല ഈ ദാനങ്ങൾ നടക്കുന്നത്. ഇത് തികച്ചും ഒരു ദൈവികമായ പ്രവൃത്തിയാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നീ നിന്നെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ തിരുവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുക. ബൈബിളിൽ പറയുന്ന സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്, നീ നിന്നെ തന്നെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 5-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശത്രുക്കളെ, നീ നിന്നെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ എളുപ്പമാണ്, ബന്ധുക്കളെയും സ്നേഹിതരെയും സ്നേഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ ശത്രുക്കളെ, നമുക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്ന ആളുകളെ സ്നേഹിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അപ്രകാരം നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് 13-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വീണ്ടും നമ്മൾ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വരുന്ന സമയത്ത് നമ്മൾ തന്നെ വായിക്കുന്നുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ നിന്നെ തന്നെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി മാറുക. ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ മാതൃകയായി മാറുന്നത് നമ്മൾ ശാരീരിക മരണം സംഭവിച്ച് നമ്മുടെ അവയവങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുവാൻ സാധിക്കുവാണെങ്കിൽ, അതിപ്പോൾ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. നമ്മുടെ ശാരീരിക അവയവം സ്വീകരിച്ചാൽ ജീവനിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യുവാൻ സുവിശേഷമോ വിശുദ്ധ ബൈബിളോ കത്തോലിക്ക സഭയോ എതിരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ അവയവങ്ങൾ മരണാനന്തരം ദാനം ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും അറിയാം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പുരോഹിതനും ലേവായനും മുറിവേറ്റ് കിടക്കുന്നവനെ കാണുന്നു, എന്നാൽ കടന്നു പോകുന്നു. വിജാതീയനായ സമരിയാക്കാരൻ കടന്നു വരുന്നു, മുറിവേറ്റ് തെരുവിൽ കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലെ മുറിവുകൾ വെച്ച് കെട്ടുന്നു, സത്രത്തിലാക്കുന്നു, ചികിത്സയ്ക്ക് ആവശ്യമായ 2 ദിനാറ പണം നൽകുന്നു, കൂടുതൽ ചിലവാകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ബൈബിളിലെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അവസാനം യേശുവിൻ്റെ അടുത്ത് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ച നിയമത്തിനോട് ചോദിക്കുന്നു, ഈ മൂവരിൽ ആരാണ് ഇവൻ്റെ അയൽക്കാരനായി വർത്തിച്ചത്? നിയമജ്ഞൻ മറുപടി പറയുന്നു, അവനോട് കരുണ കാണിച്ചവൻ.
ആ കരുണ കാണിച്ച വിജാതീയനായ സമരിയാക്കാരനെ പോലെ നമുക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ, പ്രത്യേകിച്ച് സ്നേഹിതന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ, സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹത്തിൻ്റെ പ്രകടനം ഇല്ലാതിരിക്കുക. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ മരണാനന്തരം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് രോഗം ബാധിച്ച് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ദാനം ചെയ്യുകയും അവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മുടെ സൽപ്രവൃത്തി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുള്ള പ്രചോദനവും പ്രേരണയും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുന്ന ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കിഡ്നി ദാനം ചെയ്ത നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അറിയുന്ന ആളുകളും അറിയപ്പെടാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. കിഡ്നി ദാനവുമായി ബന്ധപ്പെട്ട് ഫാദർ ഡേവിസ് ചെർമലച്ചൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ഇത്തരം ആളുകളുമായി പലപ്പോഴും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. പ്രശസ്ത വ്യവസായിയായ കൊച്ചോസേപ്പ് ചിറ്റിൽപ്പള്ളി അദ്ദേഹത്തിൻ്റെ കിഡ്നി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദാനം ചെയ്തിരിക്കുന്നു. എന്തായാലും അവയവദാനത്തെക്കുറിച്ചുള്ള മസ്തിഷ്ക മരണപ്പെട്ട ആളുകളെ മരണത്തിലേക്ക് മനഃപൂർവ്വം തള്ളി മാറ്റി അവയവം കച്ചവടം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതുകൊണ്ട് ഇന്ന് പലരും അവയവങ്ങളെ ദാനം ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ആലിൽ എന്ന 10 മാസമായ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നടത്തിയ അവയവദാനത്തിലൂടെ വീണ്ടും അവയവദാനം ഒരു മഹനീയ പ്രവൃത്തിയാണെന്ന് ഒരു തിരിച്ചറിവ് ജനത്തിന് വീണ്ടും ലഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇവരെ അഭിനന്ദിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൽ വീണ്ടും അവയവദാന പ്രസ്ഥാനം ശക്തമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടയിൽ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ ഇന്ന് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ ഏതെങ്കിലും ഒരു അവയവം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാനും കാത്തിരിക്കാനും ഒക്കെ അതിനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. മുൻപ് പലപ്പോഴും ഇത്തരം സംവിധാനങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നന്മയും തിന്മയും സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തനായ സിനിമാ നിർമ്മാതാവും നടനുമായ ശ്രീ TG രവിയുടെ ഭാര്യയായ ഡോക്ടർ, അവർക്ക് ലിവറിന് രോഗം ബാധിച്ചു. ലിവർ നൽകുവാനായിട്ട് ബാബു എന്ന തൃശ്ശൂരിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ തയ്യാറായി രംഗത്തെത്തി. എന്നാൽ അന്ന് നിയമം അനുവദിക്കാതിരുന്നുകൊണ്ട് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നില്ല. ഡോക്ടർ മരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഇതിനൊക്കെ വ്യവസ്ഥതകൾ കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ ബോർഡിന് മുൻപാകെ വരികയും അതിൻ്റെ അന്വേഷണങ്ങളും നിയമ നടപടികളും ഒക്കെ ചെയ്യുന്നതിനും അതുവഴി ആളുകളുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ, അവയവങ്ങൾക്ക് രോഗം ബാധിച്ച ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകുന്ന ആത്മീയവും ഭൗതികമായ സാഹചര്യങ്ങൾ ഇന്ന് സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാം. അത് ക്രിസ്ത്യൻ ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും എതിരല്ല. അതെല്ലാവരുടെയും ജീവനിലെ സുപ്രധാനമായ തീരുമാനമായി മാറട്ടെ. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.